സ്ലീവാപ്പള്ളിയിൽ അമ്പരുന്നത് കഴിഞ്ഞാൽ പിന്നെ ഈ റമ്പാന്തത്തിലെ ഏറ്റവും വലിയ ആഘോഷം ഉയർപ്പ് തന്നെയാ. ആഘോഷം എന്ന് പറഞ്ഞാ പോരാ, ആവേശം അങ്ങനെയാ പറയേണ്ടത്. അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് ഒരു കൊല്ലം പോലും ഈ സ്ലീവാപ്പള്ളിയിലെ ഉയർപ്പ് മുടങ്ങിയിട്ടില്ല. കല്ലറ മുദ്ര വെച്ച് പടയാളികളെ കാവലേർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ കല്ലറ തുറന്ന് യേശു പുറത്തു വരുന്നുണ്ടോന്ന് നോക്കാനാ ഈ സർക്കിട്ട്. പരിഹാര പ്രദർശനം കഴിഞ്ഞാലേ ഉയർപ്പ് വരെ ഈ പോക്ക് വരെ ഉണ്ടാവും. ആന്ന് ആ എവിടേക്കോ പാതിര കുർബാന പാതിരക്കല്ലേ? ഉയർപ്പ് കാണണ്ടേ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിണ്ടാവും. എന്നാ ഞാനങ്ങനെ അല്ലട്ടെ. ആ ചെല്ല്. ശരി. ആ യേശുവിന് താടിയുണ്ടോ? പിന്നെ യേശുവിന് താടിയുണ്ട്. ഒറിജിനൽ താടി ഉണ്ടോന്ന് ചോദിച്ചേ? പിന്നെ യേശുവിന്റെ താടി ഒറിജിനൽ താടിയാ. വെപ്പ് താടിയേ, അന്ന് വെപ്പ് താടിയൊന്നും ഇല്ല. ഓ കുന്തം കൊണ്ട് ഞാൻ കുത്തിക്കൊള്ളൂട്ടോ. യേശുവായിട്ട് അഭിനയിക്കുന്ന താടി ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. വെപ്പ് താടി വെക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉണ്ട്, അവന് താടിയുണ്ട്. അതങ്ങോട്ട് പറഞ്ഞാ പോരെ. യേശു കുരിശി കിടക്കുമ്പോ ശരിക്കും കുന്തം കൊണ്ട് കുത്തിയ കുഴപ്പമുണ്ടാ? എനിക്കെന്താ കുഴപ്പം? നീ ജയിലിൽ പോണേന് എനിക്കെന്താ? ജയിലാ? യേശുവിനെ ഒരു കുരിശെ തറച്ചു കൊന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ? അതുപോലെയാണ് ആന്റണി. വേണ്ട അല്ലേ, കുത്തണ പോലെ ആക്ട് ചെയ്യാം. അതാ നിനക്കും ആന്റണിക്കും നല്ലത്. ഞാൻ കർത്താവെന്ന് പറഞ്ഞതാണ്, സമ്മതിച്ചില്ല. ആര് കർത്താവാ? കർത്താവല്ല, അച്ഛൻ. പേടിച്ചിട്ടാടാ. എന്നെ? നിന്നെ അല്ല, പിന്നെ കർത്താവിനെ. നിന്നെയൊക്കെ പിടിച്ച് കർത്താവാക്കിയ കർത്താവ് പൊറുക്കൂടാ. ഇന്ന് പോടപ്പാ. ടോണിയാണ് ഗായ്സ് സംസാരിക്കുന്നത്. ഞാനിപ്പോ നമ്മുടെ ശ്രീവാപ്പള്ളിയിൽ നിന്നാണ് ഗായ്സ് സംസാരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ ഉയർപ്പ് ആരംഭിക്കുകയാണ് ഗായ്സ്. ഞാനിതിലൊരു പടയാളിയുടെ വേഷമാണ് ഗായ്സ് ചെയ്യുന്നത്. വെറും ഒരു പടയാളിയുടെ വേഷമല്ല, റോമാ സാമ്രാജ്യത്തെ കിടുകിടാന്ന് വിറപ്പിച്ചൊരു പടയാളിയുടെ വേഷമാണ് ഗായ്സ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഉയർപ്പ് കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. ബൈ. റോമ സാമ്രാജ്യത്തെ കിടുകിടാന്ന് ഉറപ്പിക്കാൻ നീ ആരുടെ ഐസ് കട്ടയോ? ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞ ട്രോളോടി. അതിപ്പോ എല്ലാവർക്കും അറിയാടാ. എന്ത് ഭടനും കുന്തത്തിനും ഡയലോഗ് ഇല്ല എന്നുള്ളത്. ആന്റണി എവിടെയാടാ? അവനിതുവരെ എത്തിയിട്ടില്ല. കർത്താവില്ലാതെ എങ്ങനെയാടാ ഉയർപ്പ് നടക്കണേ? അത് ശരിയാണല്ല. ആ എടാ ടോണി, നീ അവനൊന്ന് വിളിച്ചു നോക്കടാ. ശരിയച്ചാ. എന്താടാ? അച്ഛാ അവനെ വിളിച്ചിട്ട് കിട്ടല്ലോ അച്ഛാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനും നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുൻപ് സ്ലീവാപ്പള്ളിയിൽ ഉയർപ്പ് തുടങ്ങിയതാ. അത് മുടങ്ങാൻ പാടില്ല. മുടങ്ങിയ അച്ഛൻ പറഞ്ഞോ ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? പോയി അവനെ പൊക്കിക്കൊണ്ട് വാടാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? വാടാ പോകാം. ഇനി അവനെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. എന്നാൽ അവൻ നമ്മളോട് ചെയ്തല്ലോ. നമ്മളോടല്ല, ഇടവക്കാരെ മൊത്തത്തിൽ അവൻ ചതിച്ചത്. പാതിര കുർബാനയ്ക്ക് ആൾക്കാർ വരാറായി. ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവ്? വികാരിച്ചനല്ലേ? അതെന്തേ? എനിക്ക് ആന്റണി ഒന്ന് കാണണം. അവനെ തന്നെ ഞങ്ങൾ നോക്കിയിരിക്കണേ. അവൻ കാരണം ഞങ്ങളാകെ നാണം കെട്ടിരിക്കുക. ആന്റണിയെ കാണാതെ ഞാൻ പോയില്ല. അവനും നിങ്ങളും തമ്മിൽ എങ്ങനെയാ പരിചയം? പരിചയം ഞാനുമായിട്ടല്ല,
എൻ്റെ മോനുമായിട്ടാ, അലക്സുമായിട്ട്. ഏയ് ഇല്ലില്ല, ഞാൻ ദേ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് ഇപ്പോൾ എത്തും. ഞാൻ തന്നെ കർത്താവേ. പള്ളി പോയില്ലേ? ഇല്ല അമ്മച്ചി. അവരന്വേഷിക്കില്ലടാ. ആ പോണം. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഈ ചെക്കന് ഇതെന്ത് പറ്റി? ഞാനും ഇങ്ങനെ ആയിരുന്നടേ. സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എന്റെ മുട്ടിടിക്കാൻ തുടങ്ങി. ഒന്ന് വെറുതെ ഇരി. അവൻ ഇതാദ്യമായിട്ടോ സ്റ്റേജിൽ കയറുന്നേ? പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ തൊട്ട് അവൻ കർത്താവായിട്ട് അഭിനയിക്കുന്ന. എന്റെ ലിസമ്മേ, നിനക്കറിയാൻ പാടില്ലാട്ടാ, ഈ സ്റ്റേജിൽ കയറുന്ന സമയമാകുമ്പോ ഒരു തീവുണ്ട വിഴുങ്ങിയ പോലെയാ. അതൊരു നല്ല നടന്റെ ലക്ഷണ. ഓ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ എന്റെ മോൻ നല്ലൊരു നടനാന്ന്. നിന്റെ മോനോ? എടി, നീ ഇന്നേ വരെ ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയുണ്ടോ? ഒരു കാലത്ത് ഞാനായിരുന്നടേ ശ്രീവാപ്പള്ളിയിലെ സൂപ്പർ സ്റ്റാർ. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനി വാഹനം ഇടിച്ചു മരിച്ച കേസിൽ പ്രതിയായ ഡോക്ടർ സിറിയക് പി ജോർജ് കസ്റ്റഡിയിൽ. വാഗമൺ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലി പോലീസിന് കൈമാറും. വിശദാംശങ്ങൾ ജെയിനിസ് രാജ് നൽകും. 19 വയസ്സുകാരി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി. കോട്ടയം സ്വദേശിയായ ഡോക്ടർ സിറിയക് ജോർജിനെയാണ് വാഗമണിൽ നിന്ന് അങ്കമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ അപകടത്തിൽ എറണാകുളം ഇടവനക്കാട് സ്വദേശി ജാസ്ലിയർ. ആന്റണിയെ, എന്താപ്പാ? എന്ത് പറ്റിയിട മോനെ? ഒന്നുമില്ല പച്ച. ഡയലോഗ് പഠിച്ചിട്ടില്ലേ? അതൊന്നുമല്ല. പിന്നെന്താ നീ പള്ളി പോവാത്തെ? ഞാൻ പൊക്കോളാം. അമ്മച്ചി അവിടെ പാതിര കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങാണ്. അമ്മച്ചി പൊക്കോട്ടെ. ഉയർപ്പ് കഴിഞ്ഞിട്ടടെ പാതിര കുർബാന, അതിന് നീ ചെല്ലണ്ടേ? ഓ, അതൊക്കെ എനിക്കറിയാം. അപ്പച്ചനൊന്ന് പോയേ. ഡാ, നീ കാരണം ശ്രീവാപ്പള്ളിയിൽ ഉയർപ്പ് മുടങ്ങാൻ പാടില്ല. നിന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റി നിന്റെ അപ്പച്ചനെ പറയണേ, കേട്ടോടാ? എനിക്കറിയാം അമ്മച്ചി. എടാ, നീ
നീ പോയില്ലേ? ഇല്ല, പോണില്ല. പോണില്ലേ? അപ്പൊ ഉയർപ്പോ? ഇന്നും ഉയർപ്പ് ഉണ്ടാവില്ല. അതിന് ലിസാമ്മ ചാകണം. എനിക്ക് പറ്റില്ല അമ്മച്ചി. പറ്റണം. ഈ അമ്മച്ചിയോട് പറഞ്ഞാലും. ഭർത്താവിനെ പരീക്ഷിച്ച സാത്താന് നിന്നെ പരീക്ഷിക്കാനാണോടാ ബുദ്ധിമുട്ട്? നീ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞു സ്വയം ഉയർക്കടാ. ചേട്ടാ, ചേട്ടനെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഞാൻ അലക്സാണ് ചേട്ടാ. ഏത് അലക്സ്? എന്നെയാ ചേട്ടൻ്റെ കാറിടിച്ചത്. കാറിന്മേന്ന് എൻ്റെ ചോര കഴുകി കളഞ്ഞു അല്ലേ? ഈ ചോര കഴുകിയാൽ പോവില്ല. തലയോട്ടിക്ക് പൊട്ടലുണ്ട്. ഞാൻ പേടിച്ചു പോയി. അതാ. എന്തിന്? ശ്രദ്ധിക്കാതെ കാർ ഓടിച്ച കാറിടിക്കില്ലേ? എൻ്റെ കൂട്ടുകാരൊക്കെ കാനഡയിലാണ്. അവരെന്നെ എപ്പോഴും വിളിക്കും. നമുക്ക് പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് അവിടെ കൂടാന്ന് പറയും. ഞാൻ പോവില്ല. എനിക്ക് എൻ്റെ അപ്പച്ചനെ കാണാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കിഷ്ടമായി എനിക്ക് എൻ്റെ അപ്പച്ചനെ. ഇപ്പോൾ ചേട്ടനായിട്ട് എനിക്ക് വിസ അടിച്ചു തന്നല്ലോ. ഇനി ഏത് നിമിഷവും ഞാൻ തീർന്നു പോകും. അലക്സേ, ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടായിട്ടാ ചോര ഒലിപ്പിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നത്? ഞാനിവിടെ കിടന്ന ചത്തുപോയുള്ളൂ, അതുറപ്പാ. എനിക്കിപ്പോൾ ചാവട്ട. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേട്ടാ, അല്ലെ ഞാൻ ചത്തുപോകും ചേട്ടാ. അലക്സേ, ഡാ. The number you are trying to call is currently not reached. കിടക്കണില്ലേ? ഉറക്കം വരണില്ല. അതെന്താ? അലക്സിനെ കാണുന്നില്ലല്ലോ. അവൻ വരുമെന്നേ, നിങ്ങൾ വന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് എന്താണെന്നറിയില്ല, ആകെ ഒരു ആദ്യ പോലെ. ഡോക്ടറെ കാണണോ? ഏയ്, ഡോക്ടറെ ഒന്നും കാണണ്ട. നിങ്ങൾ മോനെ വിളിച്ചില്ലേ? വിളിച്ചു. എന്നിട്ട് അവനെന്താ പറഞ്ഞേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. വെറുതെ അല്ല VP കയറുന്നേ.
എടി ആ ഞാനൊന്ന് പോയി നോക്കിയാലോ? ഈ രാത്രി എവിടെ പോയി നോക്കാനാ? അവൻ ഇത്രയും വൈകാറില്ലല്ലോ. ഞാൻ കുറച്ചു നേരം പോയി കിടക്കട്ടെ. ആ പോക്കോ. എനിക്ക് പാതിര കുർബാനയ്ക്ക് പോകാനുള്ളതാ. ശരി, നീ പോയി കിടന്നു. ഞാനവൻ വന്നിട്ടേ കിടക്കുന്നുള്ളൂ. എന്നാ ശരി. The number you are trying to call is currently not reachable. Please try again later. ഗബ്രിയലങ്ങളല്ലേ? അതെ. അലക്സിന്റെ പപ്പ. ആ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. എന്തേ? അലക്സിനൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ കാറടിച്ചത്. കൊന്നോടാ നീ എന്റെ മോനെ. എന്റെ കുഞ്ഞിനെ കൊന്നോടാ. 18 കൊല്ലം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. കൊന്നോടാ നീ. ആശുപത്രിയിലാക്കിട്ട് വരുന്നത് അറിയില്ല. അലക്സിന് എങ്ങനെയുണ്ട്? അലക്സിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛാ. അവൻ ആന്റണീനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ എങ്ങനെയെങ്കിലും അവനെ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വിടണം. അല്ല അതിപ്പോ. ഹലോ അച്ഛാ, ഞാൻ ശ്രീവാപ്പള്ളിയിൽ മുൻപുണ്ടായിരുന്ന അച്ഛനാ, ജാക്സൺ അച്ഛൻ. ആ അച്ഛാ, പറയച്ചാ. അച്ഛാ, നമ്മുടെ ആന്റണി കുറെ നേരമായിട്ട് എൻ്റെ പള്ളിയിൽ വന്നിരുന്ന് ചങ്ക് പൊട്ടി കരയാണ്. ഓ, അവിടെ ഉണ്ടോ? അവനെന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. മതിയാവോളം കരയട്ടെ എന്ന് കരുതി. എന്താ അച്ഛാ ചെയ്യണ്ടേ? ആ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാച്ചാ. ആ അച്ഛൻ വരുവാണോ? ഓ ശരി. ഓക്കെ, ശരി. ഓ, ജാക്സൺ അച്ഛനെ വിളിച്ചേ. ആന്റണി എവിടെ ഉണ്ടെന്ന് അച്ഛനറിയാന്ന്. നമുക്ക് പോകാം അച്ഛാ. എല്ലാവർക്കും പോവാം. വാ, ഇപ്പൊ തന്നെ പോയേക്കാം. എല്ലാവരും വാ. ആന്റണി മോനെ, എന്തിനാ കരയണേ?
എന്തിനാ കരയണേ? കരയണ്ടടാ, കരയല്ലേ? മോനെ അലക്സ്, മോനെ അവൻ കണ്ണു തുറന്നു. മോനെ കാണണമെന്ന് പറഞ്ഞു. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. അങ്ങളെ അച്ചോ, ഞാൻ റെഡിയാട്ടോ. നമുക്ക് ഉയർപ്പ് തുടങ്ങണ്ടേ? തുടങ്ങാം. ഇനി നിനക്ക് കർത്താവായിട്ട് അഭിനയിക്കാം. ശരിയാണ് അച്ചോ, എനിക്കിപ്പോൾ വലിയ സന്തോഷമായി. നിന്റെ അമ്മച്ചി പറഞ്ഞതുപോലെ ഈ ഉയർപ്പെന്ന് പറഞ്ഞാൽ അത് സ്വയം ഒരു വീണ്ടെടുപ്പാ. ഓരോ മനുഷ്യൻ്റെയും തെറ്റുകളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. നിന്നെ നീ വീണ്ടെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ലീവാപ്പള്ളിയിൽ ഉയർപ്പ് ഗംഭീര കച്ച. ചെല്ലു മോനെ. യേശുവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണവും ഉയർപ്പുമെല്ലാം നിന്നിലൂടെ ലോകം കാണട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കണം. ഗത്സമേനുദ്യാനം വിതുമ്പി നിന്നു രക്താംബരമായി രാജാധിരാജൻ തിരുഹിതം നിറവേറ്റാൻ ആത്മീയ ശക്തിക്കായി ഉരുകും മനമോടെ ധ്യാനിച്ചു നീ. തിരുഹിതം നിറവേറ്റാൻ ആത്മീയ ശക്തിക്കായി ഉരുകും മനമോടെ ധ്യാനിച്ചു നീ. ചുംബനമേകി യൂദാസകന്നു ചുറ്റിലും വൈരികളാർത്തിരമ്പി. ചുംബനമേകി യൂദാസകന്നു ചുറ്റിലും വൈരികളാർത്തിരമ്പി. അലിവേതുമില്ലാതെ പരിശുദ്ധനാഥനെ ഉഴവു നിലം പോൽ പിഴുതെറിഞ്ഞു. അലിവേതുമില്ലാതെ പരിശുദ്ധനാഥനെ ഉഴവു നിലം പോൽ പിഴുതെറിഞ്ഞു. മാനവരക്ഷയ്ക്കാൻ കാൽവരിഗിരിയിൽ രക്ഷകനീശോ കുരിശിലേറി. മാനവരക്ഷയ്ക്കാൻ കാൽവരിഗിരിയിൽ രക്ഷകനീശോ കുരിശിലേറി. എമ്മാനുവേലായി മൂന്നാം നാൾ നാഥൻ ഉദ്ധിതനായി ഉദ്ധിതനായി. എമ്മാനുവേലായി മൂന്നാം നാൾ നാഥൻ ഉദ്ധിതനായി ഉദ്ധിതനായി.
ഗത്സമേനുദ്യാനം വിതുമ്പി നിന്നു. രക്താംബരമായി രാജാധിരാജൻ തിരുഹിതം നിറവേറ്റാൻ ആത്മീയ ശക്തിക്കായി ഉരുകും മനമോടെ ധ്യാനിച്ചു നീ. തിരുഹിതം നിറവേറ്റാൻ ആത്മീയ ശക്തിക്കായി ഉരുകും മനമോടെ ധ്യാനിച്ചു നീ. ചുംബനമേകി യൂദാസകന്നു, ചുറ്റിലും വൈരികളാർത്തിരമ്പി. ചുംബനമേകി യൂദാസകന്നു, ചുറ്റിലും വൈരികളാർത്തിരമ്പി. അളിവേതുമില്ലാതെ പരിശുദ്ധനാഥനെ ഉഴവു നിലം പോ പിഴുതെറിഞ്ഞ